ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓട്സ് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഉപ്പുമാവാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ബീൻസ്, ഒരു മീഡിയം സൈസ് സവോള, പച്ചമുളക് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെള്ളം, 1 കപ്പ് വെള്ളം. ഇനി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. പാനൊന്ന് ചൂടായതും അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ എണ്ണയൊന്ന് ചൂടായതും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് വേകാൻ അധികം സമയം എടുക്കാത്തതുകൊണ്ടാണ് ഞാനിത് അവസാനം ചേർത്തത്. ഇനി നമുക്ക് വീണ്ടും ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓട്സ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓട്സ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ റെഗുലറായിട്ട് ഉൾപ്പെടുത്തണം. ഇതിലൊരുപാട് ഫൈബറും ന്യൂട്രിയൻസും ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഈവൻ നമ്മുടെ സ്കിന്നിനും ഇത് നല്ലതാണ്. നമ്മൾ ഈ റെസിപ്പിയിൽ ഇതുകൂടാതെ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ഓട്സ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 2-3 മിനിറ്റിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിൽ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ ചോയ്സാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഓട്സ് ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.